ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ പാഠപുസ്തകം. അതിൽ 4ാമത്തെ യൂണിറ്റ്, അതിൽ 3rd ചാപ്റ്റർ പ്രേയിങ് ഹാൻഡ്സ് എന്ന ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്, അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റ് 4 റെസിൽ ഓഫ് വിങ്സ്, ചാപ്റ്റർ 3 പ്രേയിങ് ഹാൻഡ്സ്. ഓക്കെ, പ്രേയിങ് ഹാൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പ്രേയിങ് ഹാൻഡ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വൈ വാസ് ഇറ്റ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി? ഡ്യൂറർ ഫാമിലിക്ക് ഫുഡ് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? ടേബിളിൽ വയ്ക്കാനുള്ള ടഫ്നെസ് എന്താ? ഇറ്റ് വാസ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി ബിക്കോസ് ദർ വർ 18 ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. ദ ഫാദർ വാസ് എ പുവർ ഗോൾഡ് സ്മിത്ത്. അപ്പോൾ ഫാദർ സാധാരണ ഒരു പുവർ ആയിട്ടുള്ള ഗോൾഡ് സ്മിത്ത് ആണ്. ആ വീട്ടിൽ 18 കുട്ടികളാണ് ആ ഫാമിലിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടേബിളിൽ വെക്കാൻ, ഫുഡ് ടേബിളിൽ വെക്കാൻ ബുദ്ധിമുട്ട് അല്ലേ? അത്രയും പേർക്കുള്ള ഫുഡ് ഇല്ലായിരുന്നു. അടുത്തത്, വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡ് ടു ടോസ് എ കോയിൻ? എന്തുകൊണ്ടാണ് കോയിൻ ഇട്ടിട്ട് ടോസ് ചെയ്യാൻ തീരുമാനിച്ചത്? ബോത്ത് ദ ബ്രദേഴ്സ് വാണ്ടഡ് ബിക്കം ആർട്ടിസ്റ്റ് ബൈ സ്റ്റഡിയിങ് ഇൻ ദ അക്കാഡമി. Their father was a poor goldsmith and they knew that he would never send them to the academy. So they made a pact. The one who wins the toss will go to the academy and the loser would work in the mines to get money and support the one ഗോയിങ് ടു ദ അക്കാഡമി. അപ്പോൾ എന്താണ് ടോസ് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം? ഇവരുടെ അച്ഛന് പൈസ ഇല്ല, സാധാരണ ഒരു ഗോൾഡ് സ്മിത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോയിൻ ഇട്ടിട്ട് ആർക്കാണോ കോയിൻ ടോസ് ചെയ്ത് ആരുടെ പക്ഷത്താണോ അത് കറക്റ്റായിട്ട് വരുന്നത്, അവരിപ്പോൾ ഹെഡാണോ ടെയിലാണോ നോക്കിയിട്ട് ഇവർ പറയുമല്ലോ. അപ്പോൾ ആർക്കാണത് സാധകമായിട്ട് വരുന്നത്, ആർക്കാണത് കറക്റ്റായിട്ട് വരുന്നത്, അവർ പഠിക്കാൻ വേണ്ടി അക്കാഡമിയിൽ പോവും. അല്ലാത്ത ആൾ മൈനിൽ ജോലി ചെയ്ത് ഫാമിലീനെ സപ്പോർട്ട് ചെയ്യും. ഈ പഠിക്കാൻ പോകുന്ന ആൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം, പൈസ കൊടുക്കണം. ഇതായിരുന്നു ഡീല് കേട്ടോ. ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബ്രക്ട്സ് റിട്ടേൺ? ആൽബ്രക്റ്റിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ചെയ്തത്? ആൻസർ, ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റഡ് ആൽബ്രക്ട്സ് റിട്ടേൺ ബൈ ഹോൾഡിംഗ് എ ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദെയർ ലോൺ. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലോഫ്റ്റർ. അപ്പോൾ വളരെ വലിയൊരു ഫീസ്റ്റ് പോലെ അവർ അറേഞ്ച് ചെയ്തു അല്ലേ? വലിയ ഡിന്നർ, ഫെസ്റ്റീവ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടായിരുന്നു. ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കേട്ടെ, അതേപോലെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് മെസ്സേജ് ഡു വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ്? ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആൻസർ, ദ മെസ്സേജ് വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഈസ് നോ വൺ മേക്സ് ഇറ്റ് അലോൺ. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി ആണ്. നമുക്ക് ഓരോന്നായി വായിച്ചു നോക്കാം. ഹിയർ ആർ സം സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സ്റ്റോറി. കറക്റ്റ് ദോസ് വിച്ച് ആർ ഇൻകറക്റ്റ്. അപ്പോൾ 5 സെൻറ്റൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് അല്ലാത്തത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തത് എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് അല്ലാത്തത് എഴുതിയതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വരുന്നത്, ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഡ്യൂറർ കെയിം ഫ്രം എ വെൽത്തി ഫാമിലി ബട്ട് ദേ സ്റ്റിൽ നീഡഡ് ടു മേക്ക് എ ഡിഫിക്കൾട്ട് ചോയ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. ഓക്കെ, അത് ശരിയാണോ? രണ്ടാളും ഒരു വെൽത്തി ഫാമിലിയിൽ നിന്നാണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ല അല്ലെ, ഇത് തെറ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഡ്യൂറർ കെയിം ഫ്രം എ പുവർ ഫാമിലി ബട്ട് ദേ സ്റ്റിൽ നീഡഡ് ടു മേക്ക് എ ഡിഫിക്കൾട്ട് ചോയ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. അതാണ് കറക്റ്റ്. രണ്ടാമത്തെ, ആൽബ്രക്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി ഇമ്മീഡിയറ്റ്ലി. ആൽബ്രക്റ്റ് ഡ്യൂററിനാണ് ടോസ് ചെയ്തപ്പോൾ ജയിച്ചത്, അവനാണ് അക്കാഡമിയിലേക്ക് ഉടനെ പോയത്. ശരിയാണോ തെറ്റാണോ നോക്കാം. കറക്റ്റ് സെൻറ്റൻസ് ആണ്, അവിടെ ചേഞ്ച് ആവശ്യമില്ല. ഇനി 3rd സെൻറ്റൻസ്, ആൽബർട്ട് വാസ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു ദ അക്കാഡമി ആഫ്റ്റർ ആൽബ്രക്ട്സ് റിട്ടേൺ. അത് തെറ്റാണ്. ഇതിൻ്റെ ശരിയായത് നോക്കാം. ആൽബർട്ട് വാസ് നോട്ട് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു ദ അക്കാഡമി ആഫ്റ്റർ ആൽബ്രക്ട്സ് റിട്ടേൺ. ഓക്കെ, ഇനി 4ാമത്തെ സെൻറ്റൻസ് ആണ്. Albert decided not to attend the academy because of his physical injuries from working in the mines. ഇത് കറക്റ്റ് സെൻറ്റൻസ് ആണ്.
ലാസ്റ്റ്, ആൽബ്രക്റ്റ് ഡ്യൂറസ് ആർട്ടിസ്റ്റിക് സക്സസ് ഈസ് ആട്രിബ്യൂട്ടഡ് സോൺലി ടു ഹിസ് ഓൺ എഫേർട്സ്. ഇത് തെറ്റാണ്. ആൻസർ, ആൽബ്രക്റ്റ് ഡ്യൂറസ് ആർട്ടിസ്റ്റിക് സക്സസ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ കമ്പൈൻഡ് എഫേർട്സ് ഓഫ് ഹിസ് ബ്രദർ ആൽബർട്ട് ആൻഡ് ഹിസ് ഓൺ. ഓക്കെ, അടുത്തത് റീഅറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1 മുതൽ 8 വരെ തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6, 7, 8 നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചു തരാം. ഇത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ആദ്യത്തെ, ആൽബ്രക്റ്റ് ആൻഡ് ആൽബർട്ട് ഹാഡ് എ ഡ്രീം. 2 പേർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അടുത്തത്, they both wanted to pursue their talent for art but they knew that their father, ഇവിടെ father എന്നുണ്ട്, they both wanted to pursue their talent for art but they knew that their father would never be able to send them to study at the academy. ഓക്കെ, അവർക്ക് 2 ആൾക്കും ടാലൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അറിയാം അവരുടെ അച്ഛന് അവരെ 2 ആളെയും കൂടി അക്കാഡമിയിലേക്ക് അയക്കാനുള്ള വഴിയില്ല, പൈസ ഇല്ല. തേർഡ്, ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻ ദ 2 ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. 2 ആളും കൂടി ഒരുപാട് നേരത്തെ ഡിസ്കഷന് ശേഷം ഒരു തീരുമാനത്തിലെത്തി. ആൽബ്രക്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെന്റ് ഓഫ് ടു ദ അക്കാഡമി. 2 പേരും കൂടി ടോസ് ഇട്ടു. ആൽബ്രക്റ്റ് ഡ്യൂററിന് ടോസ് വീണു. യങ്ങർ ബ്രദർ അവൻ അക്കാഡമിയിലേക്ക് പോയി പഠിക്കാൻ. അടുത്തത് 5ാമത് എഴുതേണ്ട സെന്റൻസ്, വെൻ ദ യങ് ആർട്ടിസ്റ്റ് റിട്ടേൺ ടു ഹിസ് വില്ലേജ് ദ ഡ്യൂറർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റിവൽ ഡിന്നർ ഓൺ ദെയർ ലോൺ ടു സെലിബ്രേറ്റ് ആൽബ്രക്ട്സ് ഹോം കമ്മിങ്. ആൽബ്രക്റ്റ് തിരിച്ചു വരികയാണ് പഠിത്തം കഴിഞ്ഞിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഫാമിലി ഒരു ഫീസ്റ്റ് തന്നെ, വല്ല ഫെസ്റ്റിവൽ ഡിന്നർ തന്നെ അറേഞ്ച് ചെയ്തു എന്ന്. ഓക്കെ, 6ാമത്തെ, ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്ഡ് ദ ടിയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. ആൽബർട്ട് എഴുന്നേറ്റ് അവൻ്റെ എന്ത് ചെയ്തു, ടീയേഴ്സും കവിളിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണുനീർ തുള്ളികളെല്ലാം തുടച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. 7ാമത്തെ, ആൽബർട്ട് സെഡ്, ഐ കാനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ്, മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ എ ബ്രഷ്. ഓക്കെ, ആൽബർട്ടിൻ്റെ പറഞ്ഞൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ആൽബർട്ട് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ് അവിടെ പറയുന്നത്. അടുത്തത് 8ാമത്തെ, ആൽബ്രക്റ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with the thin fingers stretched skyward. ഓക്കെ, അപ്പോൾ ആ 8 സെൻറ്റൻസസിൻ്റെ കറക്റ്റ് ഓർഡറാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുമായി മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളിത് മാച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് എഴുതിക്കോളുക. അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.